ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തട്ടി. അപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞില്ലേ എന്താ വെച്ചാൽ നല്ല മഴയാണെങ്കിൽ നമുക്കിന്ന് പണി ഉണ്ടാവില്ല, അപ്പോൾ രണ്ടാളെ ഇങ്ങോട്ടേക്ക് വിട്, എന്നിട്ട് നീ നിൻ്റെ പണിയെല്ലാം വേഗം ആക്കിക്കോ. പിന്നെ മാസത്തിലൊരിക്കലും അങ്ങനെ പിള്ളേരെ കൂട്ടുവാണെങ്കിൽ നമുക്ക് നമ്മളെ പണിയെല്ലാം കുറച്ച് ഇപ്പം നല്ല ഭയങ്കര ഡീപ്പ് ക്ലീനിങ് എല്ലാം വേഗം നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടാളെ ഞാൻ വിട്ടു. എന്നിട്ട് എൻ്റെ ചെറിയ ചെറിയ പണിയെല്ലാം എടുക്കുവാന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സോഫയെല്ലാം വെച്ചിട്ട് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെല്ലാം ഇവർ തിന്നതിൻ്റെ പൊടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ രാവിലെ ചായ കുടിക്കുന്ന ഒന്നെങ്കിൽ സോഫയിലായിരിക്കും അല്ലെങ്കിൽ ടേബിളിലായിരിക്കും. എത്ര പറഞ്ഞാലും ചെറിയ കുഞ്ഞിക്കൊക്കെ ഇല്ല, മറ്റേനോട് പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനിങ്ങനെ ഭയങ്കര സൗണ്ട് കേട്ടു പുറത്ത്. അപ്പോൾ ഞാനിങ്ങനെ സിറ്റ് ഔട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് കുറേ പിള്ളേർ ചേച്ചിമാരെല്ലാം അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നതാണെന്നാണ് തോന്നുന്നത്, വരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ ഇവരെ സൗണ്ട് കേട്ടുകൊണ്ട് വന്ന് നോക്കിയെന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ച് വാരി കേട്ടോ, ഫുൾ അടിച്ച് വാരി. പിന്നെ എൻ്റെ അമ്മ പറയലുണ്ട് നിനക്ക് മാച്ച് കിട്ടിയെങ്കിൽ പിന്നെ തീരുന്ന വഴി അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വേഗം എനിക്കെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ താത്തി അടിക്കണം. അപ്പം നല്ലോണം അമർത്തി അടിക്കുമ്പോഴേ നമ്മൾ ഈ മാച്ച് വേഗം ഇതായിപ്പോവും, അതിൻ്റെ അറ്റം വേഗം പൊട്ടിപ്പോവും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. കാരണം അത്ര ശക്തിയിലാണ് ഞാൻ അടിക്കുന്നത്. എൻ്റെ എല്ലാ പണിയും കുറച്ച് ഇതന്നെ കേട്ടോ, എനിക്ക് കുറച്ച് വൃത്തിക്കളി കൂടുതലുള്ളതുകൊണ്ട് പിന്നെ ഇതെല്ലാം കുറച്ചധികം തന്നെ. അപ്പോൾ ഈ മാച്ചി അമർത്തി അടയ്ക്കും. അപ്പോൾ അമ്മ പറയലുണ്ട് ഇങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ അമ്മയും ഞാനും ആ ഒരു കാര്യത്തിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവലുണ്ട്. അമ്മക്ക് വലിയ ഇഷ്ടമല്ല, അമ്മ അങ്ങനെ അമർത്തി അടിക്കാനൊന്നും നിൽക്കില്ല, അമ്മ കുറച്ച് മെല്ലെ അടിക്കുള്ളൂ. അമ്മ പറഞ്ഞ് വയസ്സും പ്രായമെല്ലാം ആകുമ്പോൾ നീയും അങ്ങനെ അടിക്കും, പണ്ടെല്ലാം ഞാനും ഇങ്ങനെ ഉണ്ടായിനിന്ന് പറയലുണ്ട്. അങ്ങനെ ഞാൻ മാറ്റെല്ലാം ഒന്ന് വിരിച്ചിട്ടൊന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ വണ്ണാവലയെല്ലാം എടുത്തത് കൊണ്ട് വലിയ അലമ്പില്ല. പിന്നെ പിള്ളേരുള്ള വീട് നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടാലും അത് വൃത്തികേടായി കിടക്കൂട്ടാ. നല്ല വൃത്തിയാക്കി ഇടുന്ന ദിവസം നമ്മളെ വീട്ടിലൊരു മനുഷ്യൻ വരില്ല, എന്നാൽ വൃത്തിയില്ലാതിരിക്കുന്ന ദിവസം ആരെങ്കിലും ആയിട്ട് കയറി വരികയും ചെയ്യും. അത് മിക്കപ്പോഴും ഉള്ളൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പിള്ളേരെല്ലാം പോയ സമയത്തിന് സ്കിൻ കെയർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുഖത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ അരിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ കുഞ്ഞുണ്ടായിന്, ഓളെ ഞാൻ വിളിച്ചു ഇങ്ങോട്ടേക്ക്. പിന്നെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമും എല്ലാം ക്ലീൻ ആക്കി വിരിച്ചിട്ട് ഞാൻ റൂം സ്പ്രേ അടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ല മഴയല്ലേ, ഇപ്പോൾ മഴയാകുമ്പോൾ എന്തോരം നാറ്റാണ്, എന്തോരം സ്മെല്ലാണ്. അപ്പോൾ എത്ര ക്ലീൻ ആക്കിയാലും ഒരു ക്ലീൻ ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അടുത്താൾ വന്നുകൊണ്ട് ഒക്കെ ഇട്ട് കൊടുത്തു. ഇന്ന് നമ്മൾ എവിടെ പോന്നേ? നമ്മൾ ഇന്ന് തോട്ടിൽ കുളിക്കാൻ പോവുകയാണ്. പോവാ അതിന് നമുക്ക് ആദ്യം ബാത്റൂം അടിക്കാനുണ്ട്. ബാത്റൂം അടിച്ചിട്ട് കുളിക്കാൻ പോവാം കേട്ടോ. അരി തീമ വെച്ചിട്ട് കുളിക്കാൻ പോവാം. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ലാൻഡ് ചെയ്യും. ഇന്ന് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട് നല്ല ക്ലീൻ ആയിട്ടില്ലേ? അതെ അങ്ങനെ ബാത്റൂം ഓടിക്കാനുള്ള ആയുധമായിട്ട് ഞാൻ കയറിയിട്ടാ. ഈ ബാത്റൂം ഞാൻ ക്ലീൻ ആക്കാൻ കുറേ ആയി, കുഞ്ഞില്ലോട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നേ ഇല്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം വരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം വരാൻ, കുറച്ചേ വെള്ളമില്ല. അപ്പം നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുക്കുമ്പോൾ ഇല്ല വെറുതെ അല്ല നമ്മൾ ഈ വീട്ടമ്മമാർ പ്ലംബർ ആവും അല്ലേ, കിച്ചണിലെ ഡ്യൂട്ടി അല്ലേ, അതിൻ്റെ സംഭവം തന്നെ. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പൈപ്പ് കൊടുത്ത് നോക്കാനുണ്ട്. പൈപ്പ് കൊടുത്തേക്കും ഈ വീട്ടമ്മ പുതിയ പൈപ്പ് കിട്ടേണ്ടി വരും. എനിക്ക് ഏറ്റവും മടിയില്ല പണിയാണ് ഇത്. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, നമ്മന്നെ ഒരു ദിവസം സമാധാനത്തോടെ ചെലവഴിക്കുന്ന സ്ഥലമല്ലേ ഇത് അല്ലേ? ഈ സ്ഥലം വൃത്തിയായിരിക്കണ്ടേ? പിന്നെ ഭയങ്കര പരീക്ഷ ഞാൻ ഈ പാത്രം ഇടുന്ന ഈ സാധനം വെച്ചോട്ട് ഇതാണ് ഇങ്ങനെ തുടയ്ക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വൃത്തിയില്ല. വൃത്തി നോക്കിയിരുന്നാൽ നമുക്ക് പുറത്ത് ബാത്റൂം പോകുന്ന സ്ഥലം ക്ലീനാക്കാതിരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്നാ ക്ലീൻ ആയിരിക്കട്ടെ, നമ്മൾ വലിയ വൃത്തിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ ബാത്റൂം ക്ലീൻ ആക്കുന്നതിന് ഞാൻ 500 രൂപ മേടിക്കും. എപ്പോഴും മേടിക്കും, നല്ലത്. കാരണം എന്താ വെച്ചാലുണ്ടല്ലോ, ഇത് ക്ലീൻ ആക്കാൻ നല്ല പണിയുണ്ട്. കാരണം പിള്ളേരും കൂടി ഉപയോഗിക്കുന്ന പാപ്പുമായതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടുണ്ട് ക്ലീൻ ആക്കാൻ. അപ്പൊ ഇത് ക്ലീൻ ആക്കുന്നതിന് 500 കുറവാണ്.
കിട്ടിയോ? നമ്മൾ ഈ ബാത്റൂം എത്ര ക്ലീൻ ആക്കിയാലും ഉണ്ടല്ലോ, ചുമരെല്ലാം നല്ല ക്ലീൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാല് ചവിട്ടിപ്പോയ ആ ഭാഗം ഉണ്ടല്ലോ, അത് എത്ര ക്ലീൻ ആക്കിയാലും ഒരു പാട് വന്ന പോലെയാണ് കേട്ടോ. മാത്രമല്ല ഈ ബോർവെല്ലിത്തെ വെള്ളം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലോസറ്റിൻ്റെ ഉൾവശം എത്ര ക്ലീൻ ആക്കിയാലും അത് വൃത്തിയാവുന്നില്ല. ഇനിയിപ്പോൾ ഫിൽറ്റർ മറ്റോ വെക്കേണ്ടി വരും കേട്ടോ. പിന്നെ അരിയും അടുപ്പത്തിട്ട് ഞാൻ റൈസ് കുക്കറിലിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിള്ളേരില്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേരെ മുട്ടായി നിന്ന് 2 എണ്ണം കട്ടെടുത്ത് ഞങ്ങൾ 2 ആളും തിന്നിട്ട് നേരെ തോട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ തോട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ചെറിയ മഴ പറ്റുന്നുണ്ടായിന്. അന്നേരം ഓള് കുട എടുക്കാൻ പോയിട്ടുണ്ടായിന്. എൻ്റെ കൈമ കുട ഉണ്ടായിട്ടില്ല, അത് അമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിന് വീട്ടിലേക്ക്. അങ്ങനെ കുട എടുത്തിട്ട് ഓള് തിരിച്ചു വന്നു കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇല്ല തോടുണ്ടല്ലോ, അതാണിത്. ഇത് നല്ല കലങ്ങി മറിഞ്ഞിട്ട് വരുന്നുണ്ട് വെള്ളം. അപ്പോൾ ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് അധികം തുണി അലക്കാനുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ തോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഓള് കുടയിലെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് പോവാണ്. തോട്ടിലേക്ക് പോകുന്ന വഴി ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മേരപ്പുറം ഒന്ന് പോയതാണ്, പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ മടിയാവും, കുഞ്ഞില്ലപ്പോൾ നമുക്ക് പോകാനും കഴിയില്ലല്ലോ. അങ്ങനെ ഫുള്ള് കാട് പിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ അപ്പുറം വീടിൻ്റെ മുറ്റത്തെ കൂടെയാണ് പോകല്. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പുറത്തേലേ വന്നു. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് പിള്ളമാർ മാത്രമേ കുളിക്കാൻ പോകലുള്ളൂ. മറ്റായി ആരും പോകല് കുറവ് തന്നെയാണ്. പിന്നെ അലക്കാനോ മറ്റേ ആരെങ്കിലും പോയെങ്കിലായി. അപ്പോൾ ഇല്ലേ വരണ്ടേ, ചടവിടാന്നുണ്ട് മഴ പെയ്തിട്ട്. ഇനി അടുത്തേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ സൂമായി. നമുക്ക് നമ്മൾ പണ്ട് എപ്പോഴും കുളിക്കാൻ വരില്ലേ? ഇപ്പോഴോ? ഇപ്പൊ നമ്മൾ വരാത്ത എന്തേ? ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും തോട്ടിച്ചാടാൻ പോലില്ലേ? അതെ അതെ അതെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ? നമുക്ക് കുട്ടികളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് തട്ടിയിട്ട് കുളിക്കാൻ പോകാം. ഓ ഇതാണ് നമ്മൾ പോകുന്ന വഴിയേ. അതെ അതെ, ദുർഘടം പിടിച്ച വഴിയായത്. ഒന്നാമത് നമ്മളും കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ കുളിക്കാൻ വരുന്നുള്ളൂ. കുളിക്കുന്ന അധികം അലക്കിയിട്ട് പോവായിരുന്നു. കുളിക്കാറില്ല ഇപ്പം, ആരും കുളിക്കാറില്ല ഇവിടെ. കുളിക്കാറുണ്ടല്ലേ, ചിലവരൊക്കെ കുളിക്കാറുണ്ട്, ചിലവരൊന്നും കുളിക്കാറില്ല. അതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. അതെയോ? അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു ഗൈസ്, നമ്മൾ തോട്ടിലെത്തി. ആഹാ അടിപൊളി. ഇത് കുളിക്കുന്നവരിങ്ങനെ വെച്ചോണ്ട് നല്ല വെള്ളമായല്ലേ, നിറച്ചു. ആ ആ വാ, ഞാൻ തുണി അലക്കാം. ഇങ്ങനെ ഒരു പുക പിടിച്ച പോലെ ക്യാമറയിൽ ഇതാക്കണം, തുടയ്ക്കണം. അയ്യോ എടുക്കണ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒഴുകിപ്പോയിന് കേട്ടോ. അതിനെ എടുക്കാൻ പോയതാണ് ഞാൻ. പിന്നെ എന്നിട്ട് അതിനെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള തുണിയെല്ലാം അടക്കിയിടാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെല്ലാം കഥ പറഞ്ഞു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കുളിക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് പിള്ളേരുണ്ടാകുമ്പോൾ കഴിയില്ല. ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഒട്ടും നമുക്ക് കൂട്ടിയിട്ട് പോകാൻ കഴിയില്ല. അവനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് വരികയില്ല. അപ്പോൾ കുറേ സമയം നമുക്ക് അങ്ങനെ വെള്ളത്തിൽ നിൽക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ ചെറിയ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോകാനാണെങ്കിൽ വീട്ടിലാരും ഇല്ലേ എന്നാലും. അപ്പോൾ പിന്നെ അത് രണ്ടും കഴിയില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞുണ്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരലേയില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് നമുക്ക് വന്നിട്ട് അലക്കുന്നതിന് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ക്ലീൻ ആവും, നല്ല വൃത്തിയാവും കേട്ടോ. ഡ്രസ്സിൽ എന്ത് വൃത്തിയാവും എന്നറിയോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ ചോറും പിന്നെ ഉണക്കമീൻ വറുത്തതും സാമ്പാറും ആക്കിയിട്ടാണ് കേട്ടോ പോയത്.
അപ്പോൾ ഗിരീഷേട്ടൻ പിള്ളേരെയും കൂട്ടിയിട്ട് വരുമ്പോൾ അമ്മ നമ്മളെ ഉള്ളിത്തീയൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിന്. ഉള്ളിത്തീയലും ലാത്തിച്ചക്ക വറവും കൊടുത്ത് വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുവും കുഞ്ഞൂട്ടനും കുളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവർ കുളിക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു നല്ല മഴയാണ് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ അവർ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.